കഥയാരംഭിക്കുന്നത് നല്ലൊരു കപ്പിൾസിനെ കാണിച്ചുകൊണ്ടാണ്. അവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അന്ന് അവരുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന് പുറത്ത് തെരുവോരത്തായി ലോലോ എന്ന് പേരുള്ള ഒരു വൃദ്ധനായ വ്യക്തിയും കൂട്ടത്തിൽ കിഡ് എന്ന് വിളിപ്പേരുള്ള ഒരു കുട്ടിയും ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ കണ്ടതും കപ്പിൾസിലെ ലേഡിക്ക് ഇമോഷണലായി വല്ലാതൊരു ഫീലിംഗ് തോന്നി. ലോലോയും കിട്ടും തെരുവോരത്താണ് ജീവിക്കുന്നത്. സ്വന്തമായി അവർക്ക് വീടൊന്നുമില്ല. അന്ന് രാത്രി പിന്നിട്ടിട്ടും ആ ലേഡി ജനൽ വഴി പുറത്തുള്ള കിഡിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കപ്പിൾസായി അവർക്ക് മക്കളില്ല. അതിന്റെ ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു ആ ലേഡിക്ക് ഉണ്ടായിരുന്നത്. അവരുടെ ഭർത്താവിനും അത് മനസ്സിലാവുമായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ അവർ നന്നായി ഭക്ഷണം പാചകം ചെയ്ത് അത് പാക്ക് ചെയ്ത് കിഡിന്റെയും ലോലോയുടെയും മുമ്പിലേക്ക് എത്തി. ഭക്ഷണം കൊടുത്തതും അത് വാങ്ങി ലോലോ അവരോട് കൃത്യമായി തന്നെ നന്ദി പറയുന്നുണ്ട്. ആ ലേഡി ചോദിച്ചു, അപ്പൂപ്പ നിങ്ങളെപ്പോഴും ഇങ്ങനെ റോഡ് സൈഡിലാണോ ജീവിക്കുന്നേ? അതെന്താ അങ്ങനെ ജീവിച്ചൂടെ? അയ്യോ ചേച്ചി, പോലീസിനൊന്നും വിളിക്കില്ലേട്ടോ എന്ന് കിട്ട് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോ തന്നെ പൊക്കോളാം എന്ന് അപ്പൂപ്പനും കൂട്ടിച്ചേർത്തു. അതുകൊണ്ടൊന്നുമല്ല, പുറത്ത് നല്ല മഞ്ഞൊക്കെയല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടേ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, നമുക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായി സംസാരിക്കാലോ. ലോലോ കുറച്ച് മടിച്ചു നിന്നെങ്കിലും കിഡ് സമ്മതിച്ചു. ലോലോയും കിഡും അങ്ങനെ ആ കപ്പിൾസിന്റെ വീടിനകത്തേക്ക് കയറി. ലോലോ ആ ലേഡിയെ അമ്മയെന്ന് വിളിച്ചതും അവർക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. വീടിനകത്തെത്തിയപ്പോ ലോലോയോട് ആ കപ്പിൾസ് സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, സാർ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലമായി. ഇതുവരെ ദൈവം ഞങ്ങൾക്ക് കുട്ടികളെ തന്നില്ല. സാറിന് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഈ കുട്ടിയെ ദത്തെടുത്തോട്ടെ. അത് കേട്ടതും ലോലോ ഒന്ന് ഞെട്ടിയിരുന്നു. ലോലോക്ക് ബന്ധമെന്ന് പറയാൻ ആകെയുള്ളത് കിട്ട് മാത്രമാണ്. ലോലോയുടെ മുഖം അസ്വസ്ഥമായത് കപ്പിൾസ് ശ്രദ്ധിച്ചിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാ ഭയപ്പെടുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കിഡിനെ ഞങ്ങൾ സ്വന്തം മോനെ പോലെ വളർത്തിക്കോളാം. അവന്റെ ഫ്യൂച്ചറും ഞങ്ങളുടെ കൂടെയാണെങ്കിൽ നല്ലതായിരിക്കും. അവരതങ്ങനെ പറഞ്ഞതും ലോലോ കുറച്ചധികം ആലോചിക്കുന്നുണ്ട്. ഒടുവിൽ കിഡിനെ അവരുടെ അടുത്താക്കി പോവാൻ ലോലോ തീരുമാനിച്ചു. ലോലോ ഇറങ്ങുമ്പോ കപ്പിൾസിലെ പുരുഷൻ ലോലോയ്ക്ക് കുറച്ച് പണം കൊടുത്തു. ലോലോ ചോദിച്ചു, എന്തിനാ എനിക്ക് ഈ പണം? എന്റെ കുട്ടിയെ നിങ്ങളുടെ അടുത്ത് ആക്കിയതിനാണോ? അങ്ങനൊന്നും കരുതല്ലേ, ഇത് നിങ്ങൾക്കും ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനുള്ള ചെറിയൊരു സ്നേഹോപഹാരം മാത്രമാണ്. അദ്ദേഹം നിർബന്ധിച്ചപ്പോ ലോലോ ആ പണം വാങ്ങി അവിടെ നിന്ന് പോന്നു. ലോലോ പോകുന്ന കണ്ടതും കിഡ് ഓടിച്ചെന്ന് പോവല്ലേ മുത്തശ്ശ എന്ന് വിളിച്ച് ലോലോയെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ കിഡ് കരയുകയും ചെയ്തു. ലോലോയും വല്ലാതെ ഇമോഷണലായി. എന്നിരുന്നാലും കിഡിന്റെ നല്ല ഭാവിയോർത്ത് അവരെ തന്നെ കിഡിനെ ഏൽപ്പിച്ച് ലോലോ പോവുകയാണ്. കപ്പിൾസും കിഡിനെ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുകിടത്തി. അവനെ ഉറക്കി. രാത്രിയിൽ കപ്പിൾസ് ഉറങ്ങിക്കഴിഞ്ഞതും കിഡ് എഴുന്നേറ്റു. പതിയെ വാതിൽ തുറന്ന് കപ്പിൾസ് ഉറങ്ങിയെന്ന് ബോധ്യപ്പെട്ട ശേഷം അവൻ പതിയെ വീടിനുള്ളിലെ വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങളെടുത്ത് നേരെ പുറത്തേക്ക് കടന്നു. കിഡ് വരുന്നതും നോക്കി മുത്തശ്ശൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കിഡ് സാധനങ്ങളും എടുത്ത് വരുന്ന കണ്ടതും ലോലോ ഓടിയെത്തുകയും കിഡിനടുത്ത് നിന്ന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിപ്പിടിച്ച് കിഡ് മൊത്തം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നാലെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ കിഡും ലോലോയും സ്ഥിരമായി ചെയ്യുന്ന ഒരു തട്ടിപ്പ് രീതിയാണിത്. കൃത്യമായ ആളുകളെ കണ്ടെത്തി മാനസികമായി അവരെ സ്വാധീനിക്കും. ശേഷം അവരുടെ വീട്ടിൽ ഇതുപോലെ കടന്നുകയറി രാത്രിക്ക് രാത്രി വിലപിടിപ്പുള്ള സാധനങ്ങളും എടുത്ത് രക്ഷപ്പെടും. മോഷ്ടിച്ച സാധനങ്ങൾ വിറ്റ് പണമാക്കണമല്ലോ. അതിനായി അവർ സ്ഥിരമായി പോകുന്ന കടയിൽ ചെന്നു. സാധനങ്ങൾ വില പറഞ്ഞ് വിൽക്കുവാൻ ലോലോ ശ്രമിച്ചു. പക്ഷേ കടയുടമ വില കുറച്ചായിരുന്നു പറയുന്നതും പണം കൊടുക്കുന്നതും. പണം കിട്ടിയതും ഇതെന്തുമാതിരി കുറവ് പണമാ, ഒരു വസ്തു അടിച്ചുകൊണ്ടുവരാൻ എന്ത് പാടുണ്ടെന്നറിയോ എന്ന് ലോലോ ചോദിച്ചു. നിങ്ങൾ കൊണ്ടുവരുന്ന വസ്തുവിനൊന്നും മറച്ചു വെക്കുമ്പോ മാർക്കറ്റിൽ വലിയ മൂല്യം കിട്ടില്ലെന്നേ, ദാ നോക്ക്, ഇന്നാ ഇതും കൂടി വെച്ചോ എന്ന് പറഞ്ഞ് കടയുടമ കുറച്ചുകൂടി കൂടുതൽ പണം ലോലോക്ക് കൊടുത്തു. ലോലോയും അത് വാങ്ങി പോവാൻ തുടങ്ങി. ഇതേ സമയം കിഡാകട്ടെ കടയിലെ ഓരോ വസ്തുക്കൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരം അവൻ നോക്കിക്കൊണ്ടിരുന്ന ചെറിയൊരു വസ്തു മുത്തശ്ശൻ പുറത്തിറങ്ങിയതും അതും കൂടിയെടുത്ത് അവൻ ഓടിപ്പോയി. കയ്യിൽ പണം വന്നു കഴിഞ്ഞല്ലോ. അതോടെ ഇരുവരും ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറ്റി. നല്ല വസ്ത്രവും ഒക്കെ ധരിച്ച് കിട്ടിയ പണം കൊണ്ട് എൻജോയ് ചെയ്യാൻ ആരംഭിച്ചു. ആദ്യമേ പാർക്കിൽ പോയി. പിന്നാലെ രണ്ടുപേരും ചേർന്ന് കരോക്കെ ബാറിൽ പോയി പാട്ടുപാടി എൻജോയ് ചെയ്തു. രാത്രിയിൽ ഒരു ഹോട്ടലിലായിരുന്നു അവർ സ്റ്റേ ചെയ്തത്. പിറ്റേന്ന് പുലർച്ചെ രണ്ടാളും ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് നടക്കുമ്പോ കിഡ് മുത്തശ്ശനോട് തനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഉടൻ ലോലോ ചോദിച്ചു, എടാ എപ്പോഴും ഇങ്ങനെ എന്താ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നേ? കയ്യിലാണെ ഇനി ബാക്കി പൈസയൊന്നുമില്ല, ഒക്കെ തീർന്നു കഴിഞ്ഞു, എന്ത് ചെയ്യുമെന്നറിയില്ല. ഉടൻ കിഡ് പറഞ്ഞു, അതിനെന്താ, പുതിയ കസ്റ്റമറെ കണ്ടുപിടിച്ചാ പോരെ? കസ്റ്റമറോ? അങ്ങനെ പറയരുത്, അവരെ ഡോണർ എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ളവരുള്ളയും കൊണ്ടല്ലേ നമുക്ക് പണവും ആവശ്യമായ വസ്തുക്കളും ഒക്കെ കിട്ടുന്നേ. എങ്കിൽ വാ ലോലോ, നമുക്ക് പോയി പുതിയ ഡോണർ നോക്കാം എന്ന് കിഡ് പറഞ്ഞു. ലോലോ കയ്യിലുള്ള കുറച്ച് പണത്തിൽ നിന്ന് കിഡിന് കൊടുത്തു. നീ എന്തേലും കഴിച്ച് ഇവിടെ ഇരിക്കെ, ഞാൻ തന്നെ പോയി പുതിയ ഡോണറെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ലോലോ ആളെ തിരഞ്ഞിറങ്ങുകയാണ്. ചുറ്റിത്തിരിഞ്ഞ് അന്വേഷിച്ചു
അന്വേഷിച്ചു പോകുന്നതിനിടയിൽ ഏറെ സമ്പന്നയായ അനാഥയായ ഒരു സ്ത്രീയുടെ വീടിന് മുമ്പിലൂടെ ലോലോ കടന്നു ചെന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് അവരെ അടുത്ത ഡോണറാക്കാം എന്ന് ലോലോ തീരുമാനിക്കുകയാണ്. പതിവ് പോലെ തങ്ങളുടെ നമ്പർ ലോലോയും കിഡും ചേർന്ന് ഇറക്കാൻ ആരംഭിച്ചു. ആ സമ്പന്നയായ സ്ത്രീയുടെ വീടിന് വെളിയിൽ പ്ലാറ്റ്ഫോമിൽ കിഡും ലോലോയും ഇരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ആ സ്ത്രീ അത് കാണുന്നുണ്ട്. കിഡിനെ കണ്ടതും അവർക്ക് വല്ലാതൊരു സങ്കടം തോന്നി. പിറ്റേന്ന് പുലർച്ചെ ആ ലേഡി കിഡിനെയും ലോലോയെയും വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കിട്ടിയതും ആർത്തിയോട് കിഡ് കഴിക്കാൻ തുടങ്ങി. ലോലോ ആകട്ടെ തന്റെ ആക്ടിംഗ് സ്കില്ല് പുറത്തെടുത്ത് തകർക്കാൻ ആരംഭിച്ചു. ലോലോ പറഞ്ഞു, ക്ഷമിക്കണം മേഡം, ഇവൻ എങ്ങനെ ഒരിടത്ത് നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളാം. ലോലോ അത് പറഞ്ഞതും ലേഡി ഇമോഷണലായി പറയാൻ തുടങ്ങി. എന്തിനാ നിങ്ങൾ ഇനി വേറെ വല്ലോടത്തേക്കും പോകുന്നേ? ഇവിടെ ദാ എക്സ്ട്രാ മുറിയൊക്കെ ഉണ്ട്. നിങ്ങളും നിങ്ങളുടെ പേരക്കുട്ടിയും ദാ ഇവിടെ തന്നെ ജീവിച്ചോ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. പിന്നെ കിട്ടിനെ സ്കൂളിൽ വിടണ്ടേ? അതിനു വേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നേക്കാം. അതൊന്നും വേണ്ട, നിങ്ങൾക്കതൊക്കെ ബുദ്ധിമുട്ടാകും. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്റെ ചെറുപ്പകാലത്ത് ഞാനും ഇതുപോലൊരു അനാഥയായിരുന്നു. നല്ലൊരു ഫാമിലി എന്നെ ടേക്ക് കെയർ ചെയ്തതുകൊണ്ട് ഇന്നുള്ള നിലയിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ദുരിതമൊക്കെ എനിക്ക് നന്നായി മനസ്സിലാവും. ആ ലേഡി അത് പറഞ്ഞതും ലോലോയും കിഡും അവിടെ തങ്ങുവാൻ സമ്മതിച്ചു. അന്നവിടെ താമസിക്കുമ്പോ ലോലോയുടെ ഉള്ളിൽ മുഴുവൻ തങ്ങളെന്തോ വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിൽ കുറ്റബോധം ആളി കത്തുന്നുണ്ടായിരുന്നു. ലോലോ അങ്ങനെ ചിന്തിച്ചിരിക്കെ കിഡ് പെട്ടെന്ന് ലോലോയുടെ മുറിയിലേക്ക് വന്നു. മുത്തച്ഛ, അവരൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നേ, വാ നമുക്ക് പോകാം എന്ന് കിഡ് പറഞ്ഞു. ലോലോ രണ്ടു മനസ്സിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ കിഡിന്റെ ജീവിതം നല്ല രീതിയിലാക്കാൻ പണം വേണം. കിഡിനൊപ്പം വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങൾ മോഷ്ടിച്ച് ലോലോയും കിഡും വീട്ടിൽ നിന്ന് പുറത്തു കടന്നു. അവർ പുറത്തേക്ക് പോകുമ്പോ ഒരു നിമിഷം ലോലോ തിരിഞ്ഞു നോക്കി. വീടിന്റെ മുകളിൽ രണ്ടാം നിലയിൽ നിന്ന് ആ ലേഡി വേദന നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ലോലോക്കും എന്തോ ഒരു കുറ്റബോധം തോന്നി. പക്ഷേ എന്നിരുന്നാലും അവർ തങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. പതിവ് പോലെ കടയിൽ പോയി പണമാക്കിയ ശേഷം ആ പണം ഉപയോഗിച്ച് അവർ ആഡംബര ജീവിതം നയിച്ചു. കരോക്കെ ബാറിൽ പോയി പാട്ടുപാടി ഹോട്ടലിൽ അന്നത്തെ ദിവസം തങ്ങി ചിലവഴിച്ചു. അങ്ങനെ തുടർ ജീവിതം നയിച്ചതും കയ്യിലെ പണം തീർന്നു. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഇരുവരും എത്തിച്ചേരുകയാണ്. അതോടെ ലോലോ വീണ്ടും പുതിയൊരു ഡോണറെ തിരയാൻ ആരംഭിച്ചു. ലോലോ ഇത്തവണ കണ്ടെത്തിയത് ഒരു ഗേ കപ്പിൾസിനെയായിരുന്നു. കൃത്യമായി കുട്ടികളെ ആവശ്യമുള്ള മനസ്സലിവുള്ള ആളുകളെ കണ്ടെത്തുന്നതിൽ ലോലോ സമർത്ഥനായിരുന്നു. കൃത്യമായ ആളെ കിട്ടിയതും ലോലോ തിരികെ കിഡിനടുത്തേക്ക് ചെല്ലാൻ ആരംഭിച്ചു. പക്ഷേ കിഡിനെ നിർത്തിയിട്ട് പോയെടുത്ത് കിഡിനെ കാണുന്നുണ്ടായിരുന്നില്ല. ലോലോ കുറച്ച് പാനിക്കായി. കിഡിനെ തിരഞ്ഞ് നടക്കുമ്പോഴാണ് ഒരു സ്കൂളിന് വെളിയിൽ കുട്ടികൾ കളിക്കുന്നതൊക്കെ കിഡ് നോക്കി നിൽക്കുന്നത് ലോലോ കാണുന്നത്. ലോലോയ്ക്ക് ചെറിയ വിഷമം തോന്നി. കിഡിന്റെ ജീവിതം താൻ നശിപ്പിക്കുകയാണോ എന്ന തരത്തിൽ വരെ ലോലോ ചിന്തിച്ചു. പിന്നാലെ വീണ്ടും സാധനം വിൽക്കുന്ന കടയിലേക്ക് കിഡും ലോലോയും പോയി. അവിടെത്തി വിൽക്കുന്ന സാധനത്തിന്റെ പണം വാങ്ങാൻ ആരംഭിച്ചു. പതിവ് പോലെ കടക്കാരൻ ചെറിയ പൈസയായിരുന്നു പറഞ്ഞത്. പക്ഷെ ലോലോ വിടുമോ? ലോലോ വിലപേശി ആവശ്യമായ തുകയിൽ കച്ചവടം ഉറപ്പിച്ചു. അപ്പോഴാണ് അവിടെ പഴയ തരത്തിലുള്ള ഒരു ക്യാമറ ലോലോ നോക്കിക്കാണുന്നത്. ലോലോയ്ക്ക് ക്യാമറ ഇഷ്ടപ്പെട്ടിരുന്നു. തനിക്ക് പണം വേണ്ടെന്നും താൻ ഈ ക്യാമറ എടുത്തോളാം എന്നും ലോലോ പറഞ്ഞു. ലോലോ ക്യാമറയും ബാക്കി പണവുമായി പുറത്തേക്ക് വന്നതും പതിവ് പോലെ കിട്ടും കടയിലെ ഏതെങ്കിലും ഒരു വസ്തുവെടുത്ത് മുത്തച്ഛനൊപ്പം ഓടിപ്പോയി. കയ്യിലെ കുറച്ച് പണം ഉപയോഗിച്ച് ലോലോയും കിട്ടും വീണ്ടും അടിച്ചു പൊളിക്കാൻ ആരംഭിച്ചു. മുത്തച്ഛന്റെ കയ്യിൽ ലോലോയുടെ കയ്യിൽ ഒരു പുതിയ ക്യാമറ വന്നല്ലോ. ആ ക്യാമറയിൽ അവർ ഒന്നിച്ച് പരമാവധി ചിത്രങ്ങൾ എടുക്കാനും മറ്റും ആരംഭിച്ചു. വൈകാതെ കേ കപ്പിൾസിന്റെ വീടിന് മുമ്പിൽ പെർഫോമൻസിനായി ഇരുവരും എത്തി. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇരുവരും മോശമല്ലല്ലോ. ഗേ കപ്പിൾസ് അവരുടെ ശ്രദ്ധ കിഡിലേക്ക് എത്തിക്കുകയും സംസാരിക്കാൻ ലോലോയെ വിളിക്കുകയും ചെയ്തു. ലോലോയോട് ഗേ കപ്പിൾസ് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്ക് വേണമെന്ന് വെച്ചാലും ഒരു കുട്ടി ജനിക്കില്ല. ഒരു കുട്ടി കൂടിയുണ്ടെങ്കിലേ ഒരു കുടുംബം പൂർണ്ണമാവുകയുള്ളൂ. നിങ്ങളെ തെറ്റായി ചിന്തിക്കില്ലെങ്കിൽ കിഡിനെ ഞങ്ങൾക്ക് ദത്ത് തരാമോ? ഞങ്ങൾ പൊന്നുപോലെ കിഡിനെ വളർത്തിക്കോളാം. അവരത് പറഞ്ഞതും ലോലോ ആകട്ടെ തകർത്ത് അഭിനയിക്കാൻ ആരംഭിച്ചു. നിങ്ങളിങ്ങനെ പെട്ടെന്ന് ദത്തെടുക്കലിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോ എന്താ പറയേണ്ടത് എന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല. അവനെ നന്നായി വളർത്തി നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കണ്ടിട്ട് നല്ല ആളുകളെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ തന്നെ കിഡിനെ ദത്തെടുത്തോളൂ. അത് കേട്ടതും ഗേ കപ്പിൾസ് അത്രമേൽ സന്തോഷിക്കുന്നുണ്ട്. ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട മുത്തശ്ശ, കിഡിനി ഞങ്ങളുടെ മകനാണ്. അവനെ നന്നായി പഠിപ്പിച്ച് വലിയ ആളാക്കി ഞങ്ങൾ മാറ്റിക്കോളാം. ഒന്നിനെപ്പറ്റിയും മുത്തശ്ശൻ വിഷമിക്കണ്ട. അത്രയും ആയതും മുത്തച്ഛൻ അടുത്ത നമ്പർ ഇറക്കി. നിങ്ങള് തെറ്റായി കരുതില്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഒന്നുമല്ല, എന്റെ കയ്യിൽ ഒറ്റ രൂപയില്ല. ഒരു ജോലി കിട്ടുന്നവരെ ജീവിക്കാനെങ്കിലും ഭക്ഷണം കഴിക്കാൻ കുറച്ച് പണം എനിക്ക് തന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ?
അത് കേട്ടാൽ ആർക്കാണ് സഹായിക്കാൻ പറ്റാതിരിക്കുക? ഗേ കപ്പിൾസും ഒരു കവർ നിറയെ പണമെടുത്ത് മുത്തശ്ശന്റെ കയ്യിൽ കൊടുത്തു. തെറ്റിദ്ധരിക്കരുത് മുത്തശ്ശ, ഇത് കുറച്ചധികം പണമുണ്ട്. ഇത് മാത്രമല്ല, മുത്തശ്ശന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരാം. ഗേ കപ്പിൾസ് മനസ്സിൽ തൊട്ടുകൊണ്ട് തന്നെ പറഞ്ഞു. മാത്രമല്ല, എപ്പോ വേണമെങ്കിലും മുത്തശ്ശന് കിഡിനെ കാണുവാനും വരാം. കണ്ണുകൾ നിറഞ്ഞ പോലെ അഭിനയിച്ച് എന്റെ പേരക്കുട്ടിയെ നന്നായി നോക്കിക്കോണേ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോരുകയാണ്. പതിവ് പോലെ രാത്രിയായതും കിഡ് കയ്യിൽ കിട്ടിയ വസ്തുക്കളൊക്കെ മോഷ്ടിച്ച് വീടിന് പുറത്തേക്കിറങ്ങി വന്നു. മുത്തശ്ശൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ലോലോ, അതായത് മുത്തശ്ശൻ, കിഡിനെയും കൂട്ടി രക്ഷപ്പെടാനായി തുടങ്ങിയതും ഗേ കപ്പിൾസ് അത് നോക്കിക്കണ്ടു. അവരിരുവരും മുത്തശ്ശനെയും കിഡിനെയും ഓടിച്ചിടാൻ ആരംഭിച്ചു. പക്ഷേ ഈ ഓട്ടത്തിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോ കിഡ് ഒരു വണ്ടി ഇടിച്ചു വീഴുകയാണ്. മുത്തശ്ശൻ അത് കണ്ട് ഓടിപ്പിടിച്ച് കിഡിനടുത്തെത്തി. ഗേ കപ്പിൾസും ഓടിയെത്തിയിരുന്നു. കിഡ് വണ്ടി ഇടിച്ച് വീണതോടെ അവരുടെ മനോഭാവങ്ങൾ മുഴുവൻ മാറി. എത്രയും വേഗം കിഡിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവർ ആംബുലൻസ് വിളിച്ചു. ആശുപത്രിയിലെത്തി കിഡ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഗേ കപ്പിൾസ് വല്ലാതെ ഷോക്കിംഗ് ആയി ടെൻഷനിൽ പുറത്തിരിക്കുകയാണ്. മുത്തശ്ശൻ ആശുപത്രിയുടെ വെളിയിലും. ഡോക്ടർ വന്ന് കിഡിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രമായിരുന്നു ഗേ കപ്പിൾസിന് ആശ്വാസമായത്. അവർ പുറത്തിരുന്ന് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നു. അവർ ദേഷ്യത്തോടെ മുത്തശ്ശനോട് സംസാരിച്ചു. എടോ, പേരക്കുട്ടി ഉപയോഗിച്ച് ഇങ്ങനെയാണോ പണം സമ്പാദിക്കുന്നേ? നിങ്ങൾക്ക് നാണമാവുന്നില്ലേ? ഒരു ചെറിയ കുട്ടിയെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ആ ചെറിയ കുട്ടിക്ക് എന്തറിയാനാ? ആ പയ്യനെ ഓർത്തിട്ടാ നിങ്ങളെ പോലീസിൽ പിടിപ്പിക്കാണ്ട് വിട്ടുകളയുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതൊക്കെ നീ തന്നെ വെച്ചു. ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാ ഓടിപ്പോക്കോ. കിട്ടിനി ഞങ്ങളുടെ കൂടിയായിരിക്കും ജീവിക്കുക. ഗേ കപ്പിൾസ് തറപ്പിച്ചു പറഞ്ഞു. മുത്തശ്ശനും എന്ത് ചെയ്യണമെന്ന് അറിവുണ്ടായിരുന്നില്ല. കിട്ടിനെ അവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു പോകാം എന്ന് മുത്തശ്ശൻ ചിന്തിച്ചു. മുത്തശ്ശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. പക്ഷേ മുത്തശ്ശൻ മുമ്പിലേക്ക് പോകുമ്പോഴേക്കും കിഡ് മുത്തശ്ശനടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. പിന്നാലെ പേരക്കുട്ടിയെ ഇനിയെങ്കിലും സന്തോഷമായി നോക്കണം എന്ന് ലോലോ തീരുമാനിച്ചു. ലോലോ കിഡിനെയും കൂട്ടി അവിടെ നിന്ന് പോരുകയാണ്. കിഡ് കുറെ നാളായി ബീച്ചിൽ പോണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ഉപയോഗിച്ച് കിഡിനെയും കൂട്ടിക്കൊണ്ട് അടുത്ത ദിവസം തന്നെ ലോലോ ബീച്ചിൽ പോയി. അന്ന് ബീച്ചിൽ അത്ര സന്തോഷത്തോടെ കിഡ് സമയം ചിലവഴിക്കുന്നുണ്ട്. കിഡിന്റെ ആ സന്തോഷം കണ്ട് ലോലോയും ഹാപ്പി ആവുന്നുണ്ടായിരുന്നു. അന്ന് ബീച്ച് സൈഡിൽ സൺസെറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കെ ലോലോ കിഡിനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. ലോലോ തന്റെ ചെറുപ്രായത്തിൽ സിനിമകളിലും മറ്റുമായി ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. പക്ഷെ ഒരിക്കൽ ഡയറക്ടറുമായി ഒരു ഫൈറ്റ് ഉണ്ടായി. അതിന്റെ പേരിൽ ആ ഫിലിമിൽ നിന്ന് മുത്തശ്ശൻ ലോലോ പുറത്താക്കപ്പെടുക മാത്രമല്ല, പിന്നീട് ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ലൊരു അവസരം ലോലോക്ക് ലഭിച്ചതേയില്ല. ഒരു പ്രൊഡക്ഷൻ കമ്പനിയും ലോലോയെ പരിഗണിച്ചില്ല. അന്ന് ലോലോ സിനിമ വിട്ടു പോന്നതാണ്. പിന്നീട് ആ വശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ആ സമയത്താണ് മറ്റൊരു സത്യവും പുറത്തു വരുന്നത്. കിഡ് യാഥാർത്ഥ്യത്തിൽ ലോലോയുടെ യഥാർത്ഥ പേരക്കുട്ടിയൊന്നുമായിരുന്നില്ല. ആരോ വഴിയിൽ ഉപേക്ഷിച്ച് ഒരു കുട്ടിയായിരുന്നു കിഡ്. ഒരു രാത്രിയിൽ തന്റെ ജീവിതത്തിലെ ദുരിതങ്ങളെപ്പറ്റി ആലോചിച്ച് മൂക്കുമുട്ട കുടിച്ച് പാതി അബോധാവസ്ഥയിൽ ലോലോ വഴിയരികിൽ വീണുകിടക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്തുള്ള വേസ്റ്റ് ബോക്സിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ ലോലോ കേൾക്കുന്നത്. ലോലോ ചെന്ന് നോക്കുമ്പോ അതൊരു കുഞ്ഞു കുട്ടിയായിരുന്നു. കൈക്കുഞ്ഞ്. ജീവിതത്തിൽ ആരുമില്ല, ജീവിതം തന്നെ വെറുത്ത് അവിടെ ഇരുന്ന ലോലോയ്ക്ക് കുട്ടിയെ കിട്ടിയതും ദൈവം തനിക്ക് തന്ന വരദാനമാണിത്, ജീവിതത്തിൽ തനിക്ക് തന്ന കൂട്ടാണിത് എന്നൊക്കെ ലോലോ ചിന്തിച്ചു. അന്നു മുതൽ ലോലോ കിഡിനെ സ്വന്തം മകനെ പോലെ, പേരക്കുട്ടിയെപ്പോലെ, പൊന്നുപോലെ നോക്കാൻ ആരംഭിച്ചു. പലതരം ജോലികൾ ചെയ്ത് കിഡിന് വേണ്ട കാര്യങ്ങൾ ലോലോ ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. കിഡിന് പേര് വെച്ചതിന് പിന്നിൽ വരെ രസകരമായ ഒരു കാര്യമുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും പേര് വെക്കണമല്ലോ എന്ന് ലോലോ ചിന്തിച്ചിരുന്ന സമയം ഒരു കടയിലിരിക്കുമ്പോ അടുത്തിരുന്ന രണ്ടുപേർ കരാട്ടെ കിഡ് എന്ന ഫിലിമിനെ പറ്റി കാര്യമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് കിഡ് എന്ന വാക്ക് കേട്ടതും അത് കൊള്ളാലോ എന്ന് ലോലോക്ക് തോന്നി. അങ്ങനായിരുന്നു കിഡിന് ലോലോ കിഡ് എന്ന പേര് വെക്കുന്നത്. ബീച്ചിലെ എൻജോയിങ് സമയമൊക്കെ കഴിഞ്ഞ് ലോലോയും കിഡും തിരികെ പോന്നു. തിരികെ എത്തിയതും പണമൊക്കെ തീർന്നതുകൊണ്ട് അവർ തങ്ങളുടെ അടുത്ത ജോലി തുടങ്ങി. ഇത്തവണ അവർ എത്തിച്ചേർന്നത് ഒരു കപ്പിൾസിന്റെ അടുത്തേക്കായിരുന്നു. ആ കപ്പിൾസും ലോലോയെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് ലോലോയ്ക്ക് മനസ്സിലാവുന്നത് അവർക്ക് മുമ്പ് കുട്ടിയുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി നിർഭാഗ്യവശാൽ മാരകമായ രോഗം പിടിപെട്ട് മരണപ്പെട്ടു പോയതാണ്. അന്നും മനസ്സ് തകർന്നു പോയവരാണ്. ഇപ്പോൾ വരേക്കും അതിൽ നിന്ന് മോചിതരാവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. തലേന്ന് രാത്രി നിങ്ങളെ പുറത്തു വെച്ച് കണ്ടപ്പോ കിഡിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തെറ്റായി കരുത്തില്ലെങ്കിൽ കിഡിനെ ഞങ്ങള് ദത്തെടുത്ത് വളർത്തിക്കോട്ടെ. ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട് ഇത്രയും വേദനയിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ ഒരിക്കലും കിഡിനെ വേദനിപ്പിക്കില്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ മകൻ തിരികെ കിട്ടിയ പോലുണ്ടാകും. കിഡിനും നല്ലൊരു അച്ഛനെയും അമ്മയെയും ലഭിക്കും. അവന്റെ ജീവിതം നന്നായിട്ടിരിക്കും. പക്ഷെ എന്നുവെച്ച് ഞങ്ങൾ നിങ്ങൾ രണ്ടാളെയും പിരിച്ചു ജീവിപ്പിക്കും എന്നൊന്നും കരുതരുത്. മുത്തശ്ശനും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. എല്ലായ്പ്പോഴും
എപ്പോഴും നിങ്ങൾക്കായി ഈ വീടിന്റെ വാതിൽ തുറന്നിരിക്കും. നിങ്ങൾ ആലോചിച്ച് നല്ലൊരു തീരുമാനം പറയണം. കപ്പിൾസ് അതൊക്കെ പറഞ്ഞതും പതിവിന് വിപരീതമായി അന്ന് മുത്തശ്ശന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. കിഡിനെ നിങ്ങൾ തന്നെ ദത്തെടുത്ത് വളർത്തിക്കോളൂ എന്ന് മുത്തശ്ശൻ അന്നത് പറയുമ്പോ എന്തൊക്കെയോ ചിലത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. മുത്തശ്ശൻ ശേഷം അവിടെ നിന്ന് പോന്നു. പതിവ് പോലെ രാത്രിയിൽ വീട്ടിലെ വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ മോഷ്ടിച്ച് കിഡ് പുറത്തു ചാടി ഗേറ്റിന്റെ മറുവശത്ത് വന്നു നിന്നു. ഗേറ്റിന്റെ മറുവശത്ത് കാത്തുനിന്ന് മുത്തശ്ശനെ കണ്ടതും കിഡ് വിളിച്ചു, മുത്തശ്ശ എന്താ നോക്കി നിൽക്കുന്നേ, ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് രക്ഷപ്പെട്ടു പോവാം. ഗേറ്റ് തുറന്നതാ. കിഡ് പറഞ്ഞതും മുത്തശ്ശൻ മറുവശത്ത് വന്ന് പറഞ്ഞു, ഇനി ഇത് പറ്റില്ലടാ, എനിക്ക് ഇനി നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ സാധിക്കില്ല. എന്താ മുത്തശ്ശൻ പറയുന്നേ, മര്യാദയ്ക്ക് ഗേറ്റ് തുറന്നേ. നോക്കടാ കിട്ട്, നീ ജീവിതത്തിൽ നല്ലൊരു രീതിയിൽ വളർന്നു വരണമെങ്കിൽ ഇവിടെ ജീവിച്ചാലേ പറ്റൂ. എനിക്ക് നിന്നെ ഇനിയും എന്റെ കൂടെ കൊണ്ടുപോവാൻ പറ്റില്ല, എന്നോട് ക്ഷമിച്ചേക്കടാ, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് കിഡിനെ കൂട്ടാതെ മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. പ്ലീസ് മുത്തശ്ശ, എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് ഗേറ്റിൽ പിടിച്ചുകൊണ്ട് കിഡ് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും കപ്പിൾസ് വന്ന് കിഡിനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു തരത്തിൽ സമാധാനിപ്പിച്ച് അവനെ കിടത്തിയുറക്കി. അടുത്ത ദിവസം വൈകിട്ട് അവർ സാധനങ്ങൾ വിൽക്കുന്ന കടയുടമ കടയടയ്ക്കുമ്പോ പുറത്ത് കാത്തിരിക്കുന്ന കിഡിനെ കണ്ടു. കിഡ് കരയുന്നുണ്ടായിരുന്നു. എന്താടാ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ എന്ന് കിഡിനോട് കടയുടമ ചോദിച്ചതും മുത്തശ്ശനെ കണ്ടോ എന്ന് കിഡ് കടയുടമയോട് തിരക്കി. കടയുടമ പറഞ്ഞു, ഇല്ലല്ലോടാ, ഞാൻ കണ്ടില്ല, അദ്ദേഹം കടയിലേക്ക് വന്നിട്ട് തന്നെ കുറെ നാളായി, നീ വിഷമിക്കണ്ട, നിന്റെ മുത്തശ്ശൻ നിന്നെ തേടി വന്നോളും എന്ന് പറഞ്ഞ് കടയുടമ കിഡിനെ ആശ്വസിപ്പിച്ചു. കിഡ് പിന്നീട് മുത്തശ്ശനെ കണ്ടിട്ടേയില്ല. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. കിഡ് വളർന്ന് ഒരു യുവാവായി മാറിയിരുന്നു. ഒരു ദിവസം അച്ഛനും അമ്മയും കിഡും ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച സന്തോഷത്തോടെ ഇരിക്കുമ്പോ വീട്ടിലേക്കൊരു ഫോൺ കോൾ വന്നു. കിഡിനുള്ള കോളായിരുന്നു അത്. കിഡ് കോൾ അറ്റൻഡ് ചെയ്തതിന് പിന്നാലെ പുറപ്പെട്ട ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ രോഗാവസ്ഥ മൂർച്ഛിച്ച് അവശ നിലയിൽ അവന്റെ പ്രിയപ്പെട്ട മുത്തശ്ശനുണ്ടായിരുന്നു. ഏറെ ഇമോഷണലായ ഒരു ഒത്തുചേരലായിരുന്നു അത്. വർഷങ്ങൾക്കിപ്പുറം മുത്തശ്ശനെ കണ്ടപ്പോ കിഡിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുത്തശ്ശനും അത്രമേൽ സന്തോഷിച്ചിരുന്നു. വൈകാതെ അവിടെ നിന്ന് മുത്തശ്ശനെയും കൂട്ടി കിഡ് പുറപ്പെടുകയാണ്. വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് മുത്തശ്ശനെയും കൂട്ടിക്കൊണ്ട് പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് അവർ കയറി ചെന്നു. അത്രയും വർഷങ്ങൾ പിന്നിട്ട് ലോലോയെയും കിഡിനെയും ഒന്നിച്ചു കണ്ടപ്പോ കടയുടമയും ഏറെ സന്തോഷിക്കുന്നുണ്ട്. മുത്തശ്ശൻ പണ്ട് അവിടെ നിന്ന് ഒരു ക്യാമറ മേടിച്ചിരുന്നല്ലോ, ആ ക്യാമറ തിരികെ വെക്കാനായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. അതിന് നല്ല തുക തന്നെ ആദ്യമേ കടക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ മുത്തശ്ശൻ വിടുമോ? മുത്തശ്ശൻ പതിവ് പോലെ വിലപേശി. ഒടുവിൽ മുത്തശ്ശനോടുള്ള സ്നേഹബന്ധം കൂടി പരിഗണിച്ച് അയാൾ നല്ലൊരു തുക മുത്തശ്ശന് കൊടുത്തു. എല്ലായ്പ്പോഴും പോകുമ്പോ കിഡ് എന്തെങ്കിലും ചെറിയ വസ്തു കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നല്ലോ. അത്തരത്തിൽ അന്നും കിഡ് ചെറിയൊരു വസ്തു എടുത്തുകൊണ്ടോടി. അത് കണ്ട് കടയുടമ ദേഷ്യപ്പെട്ടില്ല, ഒന്ന് പുഞ്ചിരിച്ചു. കിട്ടിയ പണം ചിലവഴിച്ച് സന്തോഷിക്കാൻ ഇരുവരും ആരംഭിച്ചു. കിഡിന്റെ കുട്ടിക്കാലത്തെ പോലെ ആദ്യമേ ഭക്ഷണം കഴിച്ചു. ശേഷം കരോക്കെ ബാറിൽ പോയി. പതിവ് പോലെ രണ്ടുപേരും കരോക്കെ ബാറിൽ പാട്ടുപാടി എൻജോയ് ചെയ്യാൻ തുടങ്ങി. ലോലോ ഏറെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും ആ സന്തോഷത്തോടെ തന്നെ അവിടെ വെച്ച് മുത്തശ്ശൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മുത്തശ്ശനെ കണ്ട് ഒരുപാട് സമയം ചിലവഴിക്കാൻ പോലും സാധിച്ചില്ല. അതിനോടകം മുത്തശ്ശൻ കിഡിനെ വിട്ട് എന്നേക്കുമായി പോയി കഴിഞ്ഞിരുന്നു. വേദന കൊണ്ട് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കിഡ് പൊട്ടിക്കരഞ്ഞു. വൈകാതെ മുത്തച്ഛന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി മാറ്റാൻ തുടങ്ങി. മുത്തച്ഛന്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാകുമായിരുന്നു. മുത്തച്ഛന്റെ മൃതശരീരം കൊണ്ടുപോയതും കിഡ് ആ ബാഗ് തുറന്നു നോക്കി. അതിനുള്ളിൽ നിരവധി ഫോട്ടോസ് ഉണ്ടായിരുന്നു. മുത്തച്ഛൻ കുറച്ചു മുമ്പ് വിറ്റ് അതേ ക്യാമറയിൽ പകർത്തിയിരുന്ന കുറേയധികം ചിത്രങ്ങൾ. അത് നോക്കിയപ്പോഴാണ് കിഡ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ മുത്തച്ഛൻ എപ്പോഴും കിഡിനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു. കിഡിന്റെ ഓരോ വളർച്ചയിലും കിഡ് കാണാതെ മറഞ്ഞു നിന്ന് കിഡിനെ നിരീക്ഷിച്ചിരുന്നു. കിഡിന്റെ ഫോട്ടോസ് എടുത്തിരുന്നു. അവന്റെ ഓരോ പിറന്നാൾ ആഘോഷിക്കപ്പെടുമ്പോഴും കോളേജിൽ ഡിഗ്രി നേടുമ്പോഴും എല്ലായ്പ്പോഴും കാണികൾക്കിടയിൽ കിഡറിയാതെ മുത്തശ്ശൻ പതുങ്ങി നിന്നിരുന്നു. കിഡിന്റെ ഓരോ വളർച്ചയും തന്റെ കൺമുമ്പിൽ സന്തോഷത്തോടെ മുത്തശ്ശൻ നോക്കിക്കണ്ടിരുന്നു. അതൊക്കെ തിരിച്ചറിഞ്ഞതും കിഡിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓരോ നിമിഷവും തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്ക് വേണ്ടി ജീവിച്ച കിഡിന്റെ പ്രിയപ്പെട്ട മുത്തശ്ശൻ ഈ ലോകത്തോട് വിട പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കിഡിന്റെ മനസ്സിൽ ഈ ലോകത്തായി നിലനിന്നുകൊണ്ടേയിരിക്കും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഫീൽ ഗുഡ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.